നമസ്കാരം. IPL-ൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. കളിച്ച 8 മത്സരങ്ങളിൽ 6ലും തോറ്റുകൊണ്ടാണ് ചെന്നൈ ഇന്ന് ഹൈദരാബാദിനെ നേരിടാൻ പോകുന്നത്. ഇന്ന് ഹൈദരാബാദിന് നേർക്കുനേരെത്തുമ്പോൾ നല്ലാതെ മുട്ടിരിക്കുമോ എന്നാണ് ചെന്നൈയോട് എല്ലാവരും ചോദിക്കുന്നത്. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ഇരു ടീമുകൾക്കും ഇത് ജയം അനിവാര്യമാണ് എന്ന് പറയണം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. IPL-ൽ തന്നെ ഫേവറേറ്റ് ടീമുകൾക്ക് പ്ലേ ഓഫ് പ്രതീക്ഷ കാക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ജയിച്ചേ തീരൂ. മുംബൈ ഇന്ത്യൻസിനോട് വമ്പൻ തോൽവി നേരിട്ടാണ് ഇരു ടീമുകളും ചെപ്പോക്കിലേക്ക് എത്തുന്നത്. ക്യാപ്റ്റനായി ധോണി തിരികെ എത്തിയ സീസണിൽ പ്ലേ ഓഫിൽ എത്താതെ ചെന്നൈ മടങ്ങുന്നത് ആരാധകർക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദിനെതിരെ ധോണിക്കും സംഘത്തിനും ഇത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. സീസൺ പകുതി പിന്നിട്ടിട്ട് മികച്ച പ്ലേയിങ് 11 കണ്ടെത്താനാകാതെയാണ് ചെന്നൈയുടെ വെല്ലുവിളി. മുംബൈക്കെതിരെ ജഡേജയും ശിവം ദുബെയും ഫോമിലെത്തിയത് മാത്രമാണ് ഏക പ്രതീക്ഷ. യുവതാരം ആയുഷ് മാത്രയും രജൻ രവീന്ദ്രയും ഇപ്പോൾ തകർത്തടിക്കണം. ഇതുപോലെ തന്നെ മൂർച്ച ഇല്ലാത്ത ബൗളിംഗ് യൂണിറ്റിൽ ഇന്ന് മാറ്റങ്ങൾ സാധ്യതയുണ്ട്. സ്പിന്നിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചിൽ ജഡേജ അശ്വിൻ സ്പെല്ലുകൾ നിർണായകമായിരിക്കും. എതിരാളികളെ വിറപ്പിച്ചിരുന്ന ഹൈദരാബാദിന് ഇതെന്തു പറ്റിയെന്നാണ് ആരാധകർ ചിന്തിക്കുന്നത്. അപകടകാരികളായ ബാറ്റിംഗ് നിര വെറും കടലാസ് പുലികളായി മാറി. പാറ്റ് കമ്മിൻസിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മുംബൈക്കെതിരെ തകർത്തടിച്ച ഹെൻറിച്ച് ക്ലാസിന്റെ ബാറ്റിംഗിലേക്കാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ചെന്നൈക്കെതിരെ മികച്ച ബാറ്റിംഗ് റെക്കോർഡും ക്ലാസിനുണ്ട്. ഷാവിസ് ഹെഡും അഭിഷേകും മികച്ച തുടക്കവും നൽകണം. മുഹമ്മദ് ഷമി ടീമിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്നാണ് സൂചന. IPL ബലാബലത്തിൽ ചെന്നൈക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. ഇരു ടീമുകളും 21 മത്സരങ്ങളിലാണ് നേർക്കുനേർ വന്നത്. ഇതിൽ 15ലും ജയം ചെന്നൈക്കൊപ്പം തന്നെയായിരുന്നു. ചെപ്പോക്കിൽ ഒരു തവണ പോലും ഹൈദരാബാദിന് ജയിക്കാൻ ആയിട്ടില്ല എന്നത് പറയേണ്ട കാര്യങ്ങളാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് IPL ക്രിക്കറ്റ് 18ാം സീസണിൽ 3ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. സൺറൈസേഴ്സിന്റെ തട്ടകമായ ഉപ്പലിലെ രാജീവ് ഗാന്ധി രാജ്യാന്തര സ്റ്റേഡിയത്തിലായിരുന്നു മുംബൈയുടെ ആധികാരിക ജയം. സ്വന്തം തട്ടകമായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുംബൈ സൺറൈസേഴ്സിനെതിരെ ആധികാരിക ജയം കുറിച്ചിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് 8 വിക്കറ്റ് 143 റൺസ് എടുത്തു. 4 വിക്കറ്റ് എടുത്ത ട്രെന്റ് ബോൾട്ടാണ് സൺറൈസേഴ്സിന്റെ കുതിപ്പ് തടഞ്ഞത്. 2020-ൽ 12,000 റൺ തികച്ച മുൻ നായകൻ രോഹിത് ശർമ്മ, അതായത് 46 പന്തിൽ 3 സിക്സറും 8 ഫോറും അടക്കം 70 റൺസ്. സൂര്യകുമാർ യാദവ് 19 പന്തിൽ 2 സിക്സറും 5 ഫോറും അടക്കം പുറത്താകാതെ 40 റൺസ്. മുംബൈയുടെ ജയത്തിൽ നിർണായകമായി മാറിയത് ഇതുതന്നെയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിനെ 44 പന്തിൽ 2 സിക്സറും 9 ഫോറും അടക്കം 71 റൺ എടുത്ത ഹെൻറിച്ച് ക്ലാസിനും 37 പന്തിൽ 3 സിക്സും 2 ഫോറും അടക്കം 43 റൺസ് എടുത്ത അഭിനവ് മനോഹുമാണ് ഇപ്പോൾ സൺറൈസേഴ്സിനെ തകർച്ചയിൽ നിന്നും രക്ഷിച്ചത്.